ഞാൻ പോണില്ല, ഞാനാണെങ്കിൽ അനാഥാലയത്തിൽ നിങ്ങൾക്ക് ആക്കാവുകയും ഓ ശരി ശരി, അമ്മയ്ക്ക് നല്ലൊരു സ്ഥലത്ത് തന്നെ ആക്കി തരാം. എന്നെ കൊണ്ടാക്കി ഓ ശരി തന്നാൽ ശരി. ഞാൻ പോകും. ആ അല്ലല്ല, പേടിക്കണ്ട കരയണ്ട കേട്ടാ. കരയരുത്. ഈ അമ്മ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിലയുറപ്പിച്ചത് കണ്ട അവിടെയുള്ള ഒരു ജീവനക്കാരൻ അമ്മയോട് കാര്യം എന്താണെന്ന് തിരക്കി. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, തൻ്റെ ഏക മകൾ തിരുവനന്തപുരം സ്വദേശിനിയാണ്. അമ്മയുടെ പേര് ജഗദമ്മ. തൻ്റെ ഏക മകളുടെ അവഗണനയും ഒക്കെ കാരണം വീട് വിട്ടിറങ്ങിയതാണ്. അപ്പോൾ തിരികെ മകളുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലാമെന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ തനിക്ക് പോകാൻ താല്പര്യമില്ല, ഒരു മന്ദിരത്തിൽ എന്നെ കൊണ്ടു ചെന്നാക്കണം എന്ന് പറഞ്ഞു. ആയ കാലത്ത് തന്നെ എല്ലാവർക്കും വേണമെന്നും ഇപ്പോൾ തന്നോട് അവഗണന മാത്രമാണെന്നും തനിക്ക് അതുകൊണ്ട് ഏതെങ്കിലും അഗതി മന്ദിരത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതിയെന്നാണ് അമ്മ പറഞ്ഞത്. ജനിച്ച സമയം മുതൽ നമ്മളോട് സ്നേഹത്തോടും വാത്സല്യത്തോടും നമുക്കൊരു കുറവും വരുത്താതെ വളർത്തുന്ന നമ്മുടെ പാരൻസിനെ വാർദ്ധക്യ സമയത്ത് സംരക്ഷിക്കേണ്ട കടമ നമുക്കില്ലേ എന്ന ഓരോ മക്കളും ഓർക്കുക. വാർദ്ധക്യം എന്ന ഒരു അവസ്ഥ നാളെ നമുക്കും വന്നു ചേരും. അമ്മയുടെ അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. താങ്ക് യു.